ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങളെല്ലാവരും കൂടി പന്തളത്തോട്ടുള്ള യാത്രയിലാണ്. ഇതാണ് പുണ്യഭൂമിയായ പന്തളം ദേശം. ഇതുവഴിയാണ് വലിയ കോയിക്കൽ ക്ഷേത്രത്തിലോട്ടും പന്തളം കൊട്ടാരത്തിലോട്ടും പോകുന്നത്. ഇവിടെ തീർത്ഥാടന കാലമായതിനാൽ ഇവിടെ ധാരാളം ഡെസ്കും ബെഞ്ചും സൈഡിൽ ഇങ്ങനെ ഒതുക്കിയിട്ടിട്ടുണ്ട്. അത് തീർത്ഥാടകർക്കൊന്ന് വിശ്രമിക്കാനും ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള, അന്നദാനമൊക്കെ കഴിക്കാനുള്ള ഭക്ഷണശാലയൊക്കെയാണ്. ഇവിടെ നല്ല കർപ്പൂരത്തിൻ്റെയും സാമ്പ്രാണിയുടെയൊക്കെ നല്ല വാസനയൊക്കെയാണ്. ഒരു ഭക്തിയുടെ അന്തരീക്ഷത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ശബ്ദങ്ങളും ഒന്നുമില്ല. അങ്ങനെ നല്ല ഒരു ആത്മീയ അന്തരീക്ഷത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനറിയില്ല. എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കണം, പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ ധാരാളം കടകളും ഒക്കെയുണ്ട്. ചെറിയ ചെറിയ വസ്ത്രശാലകൾ, പിന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ പാത്രങ്ങൾ, പിച്ചാത്തികൾ, പിന്നെ ലഘുഭക്ഷണശാല, പാനിപൂരിയൊക്കെ വിൽക്കുന്ന കടകൾ, പിന്നെ ചെറിയ ചെറിയ പലഹാരക്കടകൾ, കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് തീർത്ഥാടകരൊക്കെ വന്നൊക്കെ കൊണ്ടിരിക്കുകയാണ്. ഈ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് അയ്യപ്പസ്വാമിയാണ്. ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയുന്നത് പന്തളം രാജാവാണ്. ശബരിമലയുടെ അതേ രീതിയിലാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത്. അച്ചൻകോവിലാറിൻ്റെ തീരത്താണ് ഈ പുണ്യപുരാതനമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പന്തളം കൊട്ടാരത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. അയ്യപ്പ ഭഗവാന് തൻ്റെ കുട്ടിക്കാലത്തൊക്കെ ജീവിച്ചത് ഈ കൊട്ടാരത്തിലാണ്. അത്രയും പ്രത്യേകത നിറഞ്ഞ ഈ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താനായി ധാരാളം ജനങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശബരിമല തീർത്ഥാടന സമയത്ത് അവിടേക്ക് ദർശനത്തിന് പോകുന്നതിന് മുമ്പ് ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം കഴിക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേക ഇടത്താവളമെന്ന് പറയാം. ഇവിടെയും അപ്പം അരവണ കൗണ്ടറുകളൊക്കെ ഉണ്ട്. ഇതാണ് ചരിത്രപ്രസിദ്ധമായ പന്തളം കൊട്ടാരം, കൊച്ചുകോയിക്കൽ തേവാരപ്പുര. ഇതിൻ്റെ അകത്ത് ക്യാമറ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ റോഡിൽ കൂടി പോകുമ്പോൾ ക്യാമറ എടുക്കാനേ പറ്റത്തുള്ളൂ. അതിൻ്റെ അകത്തോട്ട് എടുക്കാനൊന്നും അനുവദിക്കത്തില്ല. മകരവിളക്കിന് മുമ്പ് അയ്യപ്പ ഭഗവാന്റെ തിരുവാഭരണം ഭക്തർക്ക് ദർശിക്കാനൊക്കെയുള്ള സൗകര്യമൊക്കെ ഇവിടെയുണ്ട്. പക്ഷെ അവിടെയൊന്നും ക്യാമറ എടുക്കാൻ പറ്റത്തില്ല. ധാരാളം കടകളും ഒക്കെയുണ്ട് അവിടെ. മകരവിളക്കിന് 3 ദിവസം മുമ്പാണ് അയ്യപ്പ ഭഗവാന്റെ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ശബരിമലയിലേക്ക് പുറപ്പെടുന്നത്. ഘോഷയാത്ര തുടങ്ങുന്ന സമയത്ത് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന ശ്രീകൃഷ്ണ പരുന്ത് ശബരിമല വരെ പ്രത്യക്ഷമാകുമെന്നത് അത്ഭുതകരമായ കാര്യമാണ്. ഇതാണ് വലിയ കോയിക്കൽ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ അങ്ങോട്ടൊന്നും ക്യാമറ ഒന്നും അധികം എടുക്കാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. ഇതാണ് ചരിത്രപ്രസിദ്ധമായ അച്ചൻകോവിലാറ്. തീർത്ഥാടകർക്ക് ഇടത്താവളം എന്ന് വിശേഷിക്കാം. ഇവിടെ വേലി കെട്ടി ഇങ്ങനെ ആറ് തിരിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് നല്ല ആഴമുണ്ട്.